എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊഴുക്കട്ട ഉണ്ടയാണ്. ഈ ഒരു ഉണ്ട ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിലാണ്, അതും വളരെ പഞ്ഞി പോലെയാണ് നമുക്ക് കഴിക്കാനും പറ്റുന്നത്. നമ്മളിന്ന് ഈ ഒരു കൊഴുക്കട്ട ഉണ്ട തയ്യാറാക്കിയെടുക്കുന്നത് കാറ്ററിംഗുകാർ ഡസൻ കണക്കിന് ഉണ്ടയും തയ്യാറാക്കുന്ന അതേ ഒരു രീതിയിലാണ്. ഇങ്ങനെ തയ്യാറാക്കുവാണെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ഉണ്ട വൈകിട്ടായാലും നല്ല പഞ്ഞി പോലെ തന്നെയാണ് നമുക്ക് കഴിക്കാനും പറ്റുന്നത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് കാറ്ററിംഗുകാർ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന കൊഴുക്കട്ട ഉണ്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ ലൈക്കിൽ തരാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു പാചക രീതിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ രാവിലെ ഉണ്ടാക്കുന്ന കൊഴുക്കട്ട പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 2 ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർക്കുന്നത് നമ്മൾ തയ്യാറാക്കുന്ന കൊഴുക്കട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ 1.5 ഗ്ലാസ് വറുത്ത അരിപ്പൊടി, ഇത് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് കേട്ടോ. തരിതരിപ്പുള്ള പൊടി എടുക്കരുത്, നല്ല പോലെ വറുത്തിട്ടുള്ള പൊടി. ഇനി നമുക്ക് ഈ ഒരു പൊടിയിൽ നിന്ന് കുറച്ച് പൊടിയൊന്നും എടുക്കണം. 5 സ്പൂൺ അളവിൽ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 2 ഗ്ലാസ് എടുക്കണമെങ്കിൽ ഒരു 6-7 തവിയോളം അരിപ്പൊടി എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ട് വരാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ ഒരു 1/4 ഭാഗം പൊടിയാണ് കേട്ടോ ഇതുപോലെ നനച്ചെടുക്കേണ്ടത്. ഇനി നല്ലവണ്ണം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പൊടി ചൂടായി വന്നിട്ടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയൊന്ന് കുറുകി വരണം. നല്ലവണ്ണം കുറുകിയ പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതുവരെയും ഈ ഒരു സൂത്രം ഉപയോഗിച്ച് പൊടി കുഴച്ചെടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഈ പൊടി ഇതുപോലെ നല്ല മയത്തിലൊന്ന് കുഴച്ചെടുക്കണം. 1.5 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് നിറയെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മയം വരാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഈ ഒരു ചൂടിൽ തന്നെ പൊടി ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇടിയപ്പത്തിനുള്ള പൊടിയും വാട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ചപ്പാത്തിയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ചൂടൊന്ന് ആറിക്കിട്ടാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ആവിയിൽ ഒന്നും കൂടെ വെന്ത് വരട്ടെ. പൊടിയുടെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഫില്ലിങ്ങും കൂടെ തയ്യാറാക്കാം. ചൂടാറി വരാനായിട്ട് വെച്ചിട്ടുള്ള പൊടി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ഫില്ലിങ് തയ്യാറാക്കാം. അതേ പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 1.5 കപ്പ് അളവിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി എടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കര പാനി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തിരുമ്മിയ നാളികേരം ചേർക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പൊടിയായിട്ടാണ് കേട്ടോ നാളികേരം നമ്മൾ തിരുമ്മിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർക്കാം. നാളികേരം കൂടി ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിനുള്ളിൽ ആ വെള്ളം മുഴുവനും തന്നെ ഒന്ന് വറ്റി കിട്ടണം. അതുവരെയും നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്നും കൂട്ടി വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി വെള്ളം ഒന്ന് വറ്റി കിട്ടാനായിട്ട് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് ഇലക്കയും ചുക്കും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. ശർക്കര പാനി ഒന്ന് കട്ടിയായിട്ട് വരട്ടെ. നമ്മുടെ ഫില്ലിങ് ഇവിടെ ഏകദേശം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഈ ഒരു വെള്ളം വറ്റി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോൾസുകളായിട്ടൊന്ന് ഉരുട്ടിയും കൂടി വെക്കാം. അങ്ങനെ ഉരുട്ടി വെക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഫില്ലിങ് എത്ര ഉണ്ടയിലേക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാകുന്നതും അതുപോലെ നമ്മുടെ ഉണ്ടയുടെ ഉള്ളിലേക്ക് വെച്ച് പൊതിഞ്ഞെടുക്കാനും വളരെ എളുപ്പത്തിലാകുന്നതും. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ തീയിലിട്ടാണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് വിളയിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂസൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാഷ്യൂസ് ഒന്നും തന്നെ ചേർക്കുന്നില്ല. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങിൻ്റെ
ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയും കൂടി എടുക്കാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഉണ്ട ഉരുട്ടിയെടുക്കാം. നമുക്ക് ഈ മാവ് നല്ല മയത്തിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അധികമൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചെടുത്തിട്ട് കുറേശ്ശെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ കൈ ഒന്ന് നനച്ചെടുത്തിട്ട് വേണം അതൊന്ന് കുഴച്ചെടുക്കാനായിട്ടും. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. ഇവിടെ കൊഴുക്കട്ട ഉണ്ട ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെക്കേണ്ട ഫില്ലിങ്ങും ഇതുപോലെ ഒന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഒരു ആവിപാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ 2 കൈയും ഒന്ന് നനച്ചെടുക്കണം. ഓരോ ബോളും ഇതുപോലെ ഒന്ന് കയ്യിലിട്ട് ഒന്ന് ഷേപ്പാക്കിയതിന് ശേഷം ഈ നടുഭാഗത്ത് ഒരു ഹോളിട്ട് കൊടുക്കാം. നല്ല പോലെ താഴ്ത്തി വേണം ഹോളിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ക്ലോസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കൈകൊണ്ട് നല്ല പോലെ ഷേപ്പാക്കി കൊടുക്കാം. സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ അല്പം വെള്ളം കൈകൊണ്ട് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ സ്ക്രാച്ച് എല്ലാം മാറിക്കിട്ടും. അങ്ങനെ ആദ്യം ഉണ്ട നമ്മളിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ആവിപ്പാത്രം വെച്ച് കൊടുക്കുമ്പോൾ അല്പം എണ്ണ പുരട്ടിയിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും. ഇത് നമുക്കിതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. 2 കൈയും നനച്ചെടുത്തതിന് ശേഷം ആഴത്തിലൊന്ന് ഹോളിട്ട് കൊടുക്കാം. താഴെ ഭാഗം നല്ല പോലെ താഴ്ത്തി വേണോട്ടോ എടുക്കാനായിട്ട്. വീണ്ടും ഇതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ക്ലോസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കയ്യിലിട്ട് ഷേപ്പാക്കി എടുക്കാം. 2ാമത്തെ ഉണ്ടയും നമ്മളിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ട എല്ലാം ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉണ്ട വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് ആവി നല്ല ശക്തിയായിട്ട് വരുമ്പോഴേക്കും പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഉണ്ട ഒന്ന് വെന്ത് വരട്ടെ. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഉണ്ട വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഇതൊന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഉണ്ടയെല്ലാം നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കൊന്ന് ഇതിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. അതുപോലെ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മുടെ പേജൊന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.